ഇൻകം ടാക്സിനെ കുറിച്ച് ഏറ്റവും ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും ബേസിക്കായ കാര്യങ്ങൾ. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനത്തിന് നികുതി കൊടുക്കുക. ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ നിയമങ്ങളും നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, രണ്ട് തരത്തിലുള്ള സ്ലാബുകളാണ് നിലവിലുള്ളത്. ഒന്ന്, നേരത്തെ മുതൽ പോന്നുകൊണ്ടിരുന്നത് 5 ലക്ഷം രൂപയോ 5 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണം. 5 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് കൊടുക്കണ്ട. ഓൾഡ് ടാക്സ് റെജീം എന്ന് പറയും. അതിനുശേഷം ന്യൂ ടാക്സ് റെജീം വന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ ന്യൂ ടാക്സ് റെജീമിൽ 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് കൊടുക്കണ്ട, 7 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് ടാക്സ് കൊടുക്കണം. ഈ സാമ്പത്തിക വർഷം മുതൽ എന്ന് പറഞ്ഞാൽ 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള സാമ്പത്തിക വർഷം, ഇപ്പോഴത്തെ സാമ്പത്തിക വർഷത്തിൽ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇൻകം ടാക്സ് പേ ചെയ്യേണ്ട. 12 ലക്ഷത്തിന് മുകളിലുള്ളവർക്കാണ് ഇൻകം ടാക്സ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഞാനിപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഈ വീഡിയോയിൽ പറയുന്നത് ന്യൂ ടാക്സ് റെജീമിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഓൾഡ് ടാക്സ് റെജീമിലേക്ക് ഇതിനകത്ത് പറയുന്നില്ല, ന്യൂ ടാക്സ് റെജീമിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇൻകം ടാക്സ് ആക്റ്റിൽ നമ്മളുടെ വരുമാനത്തെ 5 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. 5 തരത്തിലുള്ള വരുമാനമായിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ വരുമാനം സാലറി ഇൻകം, മാസം തോറും ശമ്പളം കിട്ടുന്നവർ. നമുക്കറിയാം ഇൻകം ടാക്സിൻ്റെ എല്ലാ കാൽക്കുലേഷൻസും വാർഷിക വരുമാനം, ആനുവൽ ഇൻകമാണ്. സാലറി കിട്ടുന്ന മാസമാണ്. അപ്പോൾ 50,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്കാരൻ, അദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനം 50,000 × 12 6 ലക്ഷം രൂപ. ആ 6 ലക്ഷം രൂപ ആയതുകൊണ്ട് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പറഞ്ഞു 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇൻകം ടാക്സ് പേ ചെയ്യേണ്ട. അതുകൊണ്ട് അദ്ദേഹം ഇൻകം ടാക്സ് പേ ചെയ്യേണ്ട. പക്ഷെ അദ്ദേഹത്തിന് ഇൻകം ടാക്സ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് റിബേറ്റ് കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് കൊടുക്കുന്നത് 75,000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആകെ ശമ്പളം, വാർഷിക വരുമാനം എന്ന് പറയുന്നത് 50,000 × 12 6 ലക്ഷം രൂപയാണ്. 6 ലക്ഷം രൂപയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായ 75,000 കുറച്ച് ബാക്കി 5,25,000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ടാക്സബിൾ ഇൻകം ആയിട്ട് വരുന്നത്. അപ്പോൾ സാലറിയിലെ മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞു, 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ പറയുന്നത് ന്യൂ ടാക്സ് റെജീമിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് രണ്ടാമതൊരു വരുമാനം കൂടെ ഉണ്ടെന്നിരിക്കട്ടെ. അദ്ദേഹത്തിന് 50,000 രൂപ ശമ്പളം കിട്ടുന്നത് കൂടാതെ അദ്ദേഹത്തിന് ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 20,000 രൂപ ഒരു മാസം അദ്ദേഹത്തിന് വാടക കിട്ടുന്നുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ രണ്ടാമത്തെ വരുമാനം 20,000 രൂപ മാസം. അപ്പോൾ അതിൻ്റെ വാർഷിക വരുമാനം 20,000 × 12 2,40,000 രൂപ. നമ്മൾ സാലറിയുടെ കേസിൽ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ 75,000 രൂപ. അതുപോലെ തന്നെ വീടിന് വാടക കിട്ടുന്ന കേസിൽ ഒരു റിബേറ്റ് ഉണ്ട്, 30% റിബേറ്റാണ്. അപ്പോൾ 2,40,000 രൂപയുടെ 30% റിബേറ്റ് ഉണ്ട്. അപ്പോൾ ആ 30% 72,000 രൂപ നമുക്ക് ഇതിനകത്ത് കുറയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 10 2 8 6 1,68,000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻകം. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഇൻകം സാലറി എന്ന് പറഞ്ഞു, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻകം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതിനകത്ത് വാർഷിക വാടകയുടെ 30% റിബേറ്റ് ഉണ്ട്. അത് കുറയ്ക്കുമ്പോൾ അതിൻ്റെ ടാക്സബിൾ ഇൻകം കിട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാലറിയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചതിന് ശേഷമുള്ള 5,25,000 രൂപയുടെ കൂടെ ഈ വാടകയുടെ 1,68,000 രൂപയും കൂടി കൂട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം കിട്ടും 6,93,000 രൂപ. അതാണ് അദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനം. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഇൻകത്തിൽ റിബേറ്റ് ഡിഫറൻ്റ് ആണ്. ഇവിടെ സാലറിയുടെ കേസിൽ 75,000 രൂപ, എത്ര സാലറി ഉണ്ടെങ്കിൽ 75,000 രൂപയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊടുക്കുന്നത്. വാടകയുടെ കേസിൽ വാർഷിക വാടകയുടെ 30% അതിനകത്ത് നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് റിബേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ഐറ്റത്തെ കുറിച്ച് നോക്കാം. അതായത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ്സുകാരുടെ ഇൻകം. ബിസിനസ്സുകാരുടെ ഇൻകത്തിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ സ്ഥലത്തുള്ള പലചരക്കാരനായിരിക്കട്ടെ, അദ്ദേഹത്തിന് ഒരു 15 ലക്ഷം രൂപ വാടക കിട്ടുന്നുണ്ട്. ആ ടേൺ ഓവർ വരുന്നുണ്ട്, വിറ്റ് വരവ് ഒരു പലചരക്ക് കടയിൽ. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 15 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ടാക്സബിൾ ഇൻകം അല്ല.
കാരണം അല്ല അദ്ദേഹത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ടാക്സബിൾ ഇൻകമായിട്ട് വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കണേ? ആകെ ടേൺ ഓവറിൽ നിന്ന് അതിന് ബിസിനസ് സംബന്ധമായ എക്സ്പെൻസുകൾ കുറയ്ക്കുക. അദ്ദേഹത്തിന് ബിസിനസ് സംബന്ധമായ എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്? ഒരു പലചരക്കടയെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ എക്സ്പെൻസ് നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കോസ്റ്റ്, പർച്ചേസിങ് കോസ്റ്റ്. അപ്പം പർച്ചേസിങ് കോസ്റ്റ് വരുന്നുണ്ടാവും. കൂടാതെ അദ്ദേഹത്തിൻ്റെ ആ കെട്ടിടം വാടകയ്ക്കാണെങ്കിൽ വാടക കൊടുക്കുന്നുണ്ടാവും, ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടാവും, പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ടാക്സുകൾ കൊടുക്കുന്നുണ്ടാവും, കറണ്ട് ചാർജിന് വെള്ളത്തിന് ഇതെല്ലാം ചാർജുകൾ കൊടുക്കുന്നുണ്ടാവും. ഇതെല്ലാം ബിസിനസ് സംബന്ധമായ എക്സ്പെൻസ് കഴിച്ചതിന് ശേഷം ബാക്കി നെറ്റ് പ്രോഫിറ്റാണ് അദ്ദേഹത്തിൻ്റെ ടാക്സബിൾ ഇൻകമായിട്ട് കണക്ക് കൂട്ടുന്നത്. ദെൻ ഇൻകം ഫ്രം പ്രൊഫഷൻ, രണ്ടും ഒരേ ഹെഡിലാണ് വരുന്നത്. ഇൻകം ഫ്രം ബിസിനസ് ഓർ ഇൻകം ഫ്രം പ്രൊഫഷൻ. അപ്പം നമ്മൾ ബിസിനസ്സുകാർക്ക് എക്സ്പെൻസ് കുറയ്ക്കാമെന്ന് പറഞ്ഞു. പ്രൊഫഷൻ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ആർക്കിടെക്ട്സ്, അങ്ങനെയുള്ളവരെല്ലാം പ്രൊഫഷണൽസ് ആണ് നമ്മൾ പറയും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടേൺ ഓവറിൽ നിന്ന് അവർക്ക് എക്സ്പെൻസ് കുറയ്ക്കാം. പക്ഷെ അതിന് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. 50% വരെ മാത്രമേ അവർക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അദ്ദേഹത്തിന് ഒരു വർഷത്തെ വരുമാനം 12 ലക്ഷം രൂപ കിട്ടി. അദ്ദേഹം ടാക്സിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ 12 ലക്ഷത്തിൽ നിന്ന് അതിൻ്റെ 50% 6 ലക്ഷം രൂപ വരെ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ കുറയ്ക്കാൻ പറ്റില്ല. 12 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷം രൂപ 50% കുറച്ചു. ബാക്കി 6 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ടാക്സബിൾ ഇൻകമായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മളിവിടെ 3 തരത്തിലുള്ള ഇൻകത്തെക്കുറിച്ച് പറഞ്ഞു. സാലറി ഇൻകം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. 4ാമത്തെ ഇൻകമാണ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ അസറ്റുകൾ വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഞാൻ 10 വർഷം മുമ്പ് ഒരു വീട് വാങ്ങിച്ചു, ഒരു പഴയൊരു വീട് വാങ്ങിച്ചു, അവിടെ താമസിച്ചു. ഞാൻ 10 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പ്ലോട്ട് വാങ്ങിച്ചിട്ട് അവിടെ ഒരു പുതിയ വീട് വെച്ചു. അപ്പോൾ ഞാൻ എൻ്റെ പഴയ വീട് വിറ്റു. 25 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ 10 വർഷം മുമ്പ് വീട് വാങ്ങിച്ചത്. സ്ഥലത്തിന് വില കൂടിയത് കൊണ്ട് എനിക്ക് വിറ്റപ്പോന് 30 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ 5 ലക്ഷം രൂപ എൻ്റെ ലാഭം. അതിന് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ക്യാപിറ്റൽ ഗെയിൻ തന്നെ 2 തരത്തിലുണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. സ്ഥലമോ വീടോ വിൽക്കുന്ന കേസിൽ 24 മാസമോ അതിൽ കൂടുതലോ കഴിഞ്ഞിട്ടാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അതിനെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന് നമ്മൾ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 12% ടാക്സ് അടയ്ക്കേണ്ടത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ 24 മാസത്തിൽ താഴെയാണ് നമ്മൾ കൈവശം വെച്ചോളൂ. മേടിച്ച് വാങ്ങിച്ചതിന് ശേഷം 24 മാസം മുൻപ് നമ്മൾ വിറ്റാൽ അതിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിന് നമ്മൾ കൊടുക്കേണ്ട ടാക്സ് 20%. അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് സ്ഥലത്തിൻ്റെ കേസിലോ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ കേസിലോ ആണ്. 24 മാസമോ അതിൽ കൂടുതലോ കഴിഞ്ഞാണ് വിൽക്കുന്നതെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന്, 24 മാസത്തിന് മുൻപാണ് വിൽക്കുന്നതെങ്കിൽ അതിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ എന്ന് പറയും. അതേസമയം തന്നെ ഇക്വിറ്റി ഷെയർ ലിങ്ക്ഡ് മ്യൂച്വൽ ഫണ്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത എല്ലാ ഷെയറിൻ്റെ കേസിലും നമ്മൾ 12 മാസത്തിൽ താഴെയാണ് നമ്മൾ കൈവശം വയ്ക്കുന്നതെങ്കിൽ അതിന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഷെയർ വാങ്ങിച്ചിട്ട് 12 മാസത്തിന് മുൻപ് വിൽക്കുകയാണെങ്കിൽ അതിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ 20% ടാക്സ് അടയ്ക്കണം. 12 മാസത്തിൽ കൂടുതൽ നമ്മുടെ കൈവശം വെച്ചിട്ടാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അതിനെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. അതിന് 12% ടാക്സ് അടയ്ക്കണം. ഈ ഒരു കേസിൽ ക്യാപിറ്റൽ ഗെയിനിലെ ഇൻകം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഇൻകമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ ടോട്ടൽ ഇൻകത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ബാക്കിയുള്ള ഈ 3 ഐറ്റവും മെയിൻ ഇൻകമാണ്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ദെൻ 5ാമത്തെ ഐറ്റം ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ 4 ഐറ്റത്തിലും വരാത്ത എല്ലാ ഐറ്റങ്ങളും ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഫോർ എക്സാമ്പിൾ ഡിവിഡൻറ്റ്. ഞാൻ കമ്പനിയുടെ ഷെയർ എടുത്താൽ അത് ലാഭത്തിൽ പോകുന്ന കമ്പനിയാണെങ്കിൽ എല്ലാ വർഷവും എനിക്ക് ഡിവിഡൻറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു ഇൻകത്തിൽ നമ്മളിവിടെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഇൻകം ഫ്രം അതർ സോഴ്സാണ്. ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമുക്കറിയാം. ബാങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും, ഫിക്സഡ് ഡെപ്പോസിറ്റിന് കിട്ടും, RDക്ക് കിട്ടും, എല്ലാത്തിനും ഇൻട്രസ്റ്റ് നമുക്ക് തരുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഈ 4 ഇൻകത്തിൽ പറയാത്ത ബാക്കി എല്ലാം ലോട്ടറി കിട്ടുക, ഗിഫ്റ്റ് കിട്ടുക, ഇതെല്ലാം നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് എടുക്കാം. അപ്പം നമ്മൾ 5 തരത്തിലുള്ള ഇൻകത്തെക്കുറിച്ച് പറഞ്ഞു. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇതിൽ ഈ 5 ഇൻകത്തെയും കൂടി നമ്മൾ ടോട്ടൽ ചെയ്താൽ, അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്യാപിറ്റൽ ഗെയിൻ മാത്രം എന്ന് പറഞ്ഞാൽ
നമ്മൾ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിന് മാത്രം അതിന് വരുന്ന ടാക്സ് നമ്മൾ സെപ്പറേറ്റ് ആണ്. അതൊരു സ്പെഷ്യൽ റേറ്റ് ടാക്സ് ആണ്. നമ്മൾ പറഞ്ഞു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന് 12.5% അടയ്ക്കണം, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിന് 20% അടയ്ക്കണം. അത് സ്ലാബ് റേറ്റിൽ വരത്തില്ല. അപ്പോൾ സ്ലാബിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ 3-4 ഐറ്റത്തിലുള്ള ഇൻകം നമ്മൾ കൂട്ടുന്നു. അതിൻ്റെ ആകെ വരുമാനം ആ എമൗണ്ട് ആണ് നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ ഇൻകം ടാക്സിന് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. എന്താണ് ഇൻകം ടാക്സിന് റിട്ടേൺ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ? റിട്ടേൺ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വരുമാനം നമ്മൾ ഇൻകം ടാക്സിലേക്ക് ഡിക്ലെയർ ചെയ്യുകയാണ്. എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു? ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിൻ്റെ ഫോർമാറ്റ് എടുത്തിട്ട് ഒന്ന് ഇൻകം ഫ്രം സാലറി ഉണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് അവിടെ എഴുതും, ഇല്ലെങ്കിൽ അവിടെ 0 എന്ന് കൊടുക്കും. 2 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവിടെ എഴുതി, ഇല്ലെങ്കിൽ അവിടെ 0 എന്ന് കൊടുക്കും. 3 ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഉണ്ടെങ്കിൽ എഴുതി, ഇല്ലെങ്കിൽ 0 എന്ന് കൊടുത്തു. 4 ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, 5 ഇൻകം ഫ്രം അതർ സോഴ്സസ്. ടോട്ടൽ ചെയ്യുന്നു. ആ എമൗണ്ട് 12 ലക്ഷത്തിൽ താഴെ, 12 ലക്ഷമോ അതിൽ താഴെയാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. 4 ലക്ഷം രൂപയോ അതിൽ കൂടുതൽ വരുമാനമുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷേ 12 ലക്ഷം രൂപ വരെ ഉള്ളവർക്ക് ഇൻകം ടാക്സ് പേ ചെയ്യേണ്ട. അപ്പം ഇത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇൻകം ടാക്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അധികം ഏതൊരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ശരി, എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വളരെ അത്യാവശ്യമായ കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സ്ലാബ് റേറ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഞാൻ ഇൻകം ടാക്സ് സ്ലാബിനെ കുറിച്ച്, ഓൾഡ് ടാക്സ് റെജീമിനെ കുറിച്ച്, ന്യൂ ടാക്സ് റെജീമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കാണുക. ശരി.